നമ്മുടെ ഭാരതത്തിന് 47 ആഗസ്റ്റ് 15-ാം തീയതിയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. 47 വരെ ബ്രിട്ടീഷുകാരെ ഭരിച്ചു. ശേഷം 50-ലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഏത് ഭരണക്രമമാണ് നടപ്പാക്കിയെന്ന് അറിയണ്ടേ? അതായത് 47 ആഗസ്റ്റ് 15 മുതൽ 50 ജനുവരി 26-ാം തീയതി വരെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഈ നിയമങ്ങളാണ് നാം നടപ്പാക്കിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം 47 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ അവകാശം മുഴുവൻ അവസാനിച്ചു. ഇന്ത്യയിലെ ഭരണഘടന പൂർത്തിയാകുന്നതുവരെ ഇതൊരു ഡൊമിനിയൻ സ്റ്റേറ്റ് ആയിരുന്നു. നിലവിലുള്ള നിയമം തന്നെ നടപ്പാക്കിക്കൊണ്ട് ഒരു ഭരണമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പ്രസിഡന്റ് പകരം ഗവർണർ ജനറൽ ആയിരുന്നു അന്നത്തെ രാഷ്ട്രത്തലവൻ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പാർലമെൻറ്റിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു. ഭരണഘടനയ്ക്ക് പകരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യക്കാണ് പരമാധികാരം. ഗവർണർ ജനറൽ ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഇന്ത്യയാണ് ഫുൾ ഭരിക്കുന്നത്. ഈ പ്രക്രിയ 1950 ജനുവരി 26 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനുവരി 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം ഈ എല്ലാ ആക്ടുകളും റദ്ദായി. പിന്നെ ശരിക്കുള്ള നമ്മുടെ ഭരണഘടന പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു.